നമ്മുടെ വാട്സാപ്പ് നമ്മുടെ മാത്രം സ്വകാര്യതയാണ്. അത് നഷ്ടപ്പെടുത്താൻ നമ്മൾ ആരും തന്നെ ഇഷ്ടപ്പെടാറില്ല. എന്നാൽ നമ്മൾ അറിയാതെ മറ്റാരെങ്കിലും നമ്മുടെ വാട്സാപ്പ് മെസ്സേജുകൾ ചോർത്തിയെടുത്താലോ? ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പലരുടെയും ജീവിതത്തിൽ വളരെ വലിയ ദുരന്തങ്ങൾ വരെ സംഭവിച്ചേക്കാം, അല്ലേ? ഒരു പക്ഷേ ആത്മഹത്യകൾക്ക് വരെ അതിന് കാരണമാകാം. എന്നാൽ നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ വാട്സാപ്പ് മെസ്സേജുകൾ മറ്റൊരാൾക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. വളരെ നിഷ്പ്രയാസമാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ കാണിക്കാം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എൻ്റെ മൊബൈലിലെ വാട്സപ്പ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഹാക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി എപ്പോൾ വേണമെങ്കിലും ഈ മൊബൈലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എനിക്ക് ഈ വാട്സപ്പ് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. ഈ വാട്സപ്പിലെ മെസ്സേജുകൾ വായിക്കാൻ പറ്റും. ഈ വാട്സപ്പ് നമ്പറിൽ നിന്നും മറ്റുള്ളവരിലേക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റും. പൂർണ്ണമായിട്ടും ഈ വാട്സപ്പ് എനിക്ക് ഈ കമ്പ്യൂട്ടറിൽ നിന്നും നിയന്ത്രിക്കാം. ഇതുപോലെ മറ്റ് നിരവധിയായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും ആരുടെ വാട്സപ്പ് വേണമെങ്കിലും ഇതുപോലെ ഹാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ചോർത്തിയെടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ അറിയാൻ വേണ്ടി സാധിക്കും. ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാനും നമുക്ക് നമ്മുടെ വാട്സപ്പിൽ തന്നെ സംവിധാനമുണ്ട്. അത് എങ്ങനെയാണ് എന്ന് നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ വലതുവശത്ത് ഏറ്റവും മുകളിലായി 3 ചെറിയ ഡോട്ടുകൾ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മൂന്നാമതായി വാട്സപ്പ് വെബ് എന്ന് എഴുതിയത് കാണാം, അതിൽ അമർത്തുക. അപ്പോൾ ഇതുപോലെ QR കോഡ് റീഡ് ചെയ്യുവാനുള്ള ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് സുരക്ഷിതമായിരിക്കും. എന്നാൽ അതിനു പകരമായി ഇതുപോലെ ഉള്ള ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വാട്സാപ്പിലെ മെസ്സേജുകൾ മറ്റാരോ ചോർത്തിയെടുക്കുന്നുണ്ട് എന്ന് തീർച്ച. എന്നാൽ ഇത് നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ ഇവിടെയായിട്ട് ലോഗ് ഔട്ട് ഫ്രം ഓൾ കമ്പ്യൂട്ടേഴ്സ് എന്നോ ആൾ ഡിവൈസസ് എന്നോ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആർ യു ഷുവർ ടു വാണ്ട് ലോഗ് ഔട്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലോഗ് ഔട്ട് കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും മുകളിലുള്ള 3 ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് വാട്സപ്പ് വെബിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് QR കോഡ് റീഡ് ചെയ്യുന്നതിനുള്ള നേരത്തെ കണ്ട സ്ക്രീനാണ്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് പൂർണ്ണമായും സുരക്ഷിതമായിരിക്കുന്നു എന്ന് അർത്ഥം. ഇത്തരത്തിൽ മറ്റാരും തന്നെ നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാതിരിക്കാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ ഫോണിനോ വാട്സാപ്പിനോ നിർബന്ധമായും സെക്യൂരിറ്റി ലോക്ക് ഉപയോഗപ്പെടുത്തുക. നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകൾക്ക് മാത്രം നമ്മുടെ ഫോൺ കൈമാറി നൽകുക. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഫോൺ ചെക്ക് ചെയ്ത് ഹാക്ക് ചെയ്യപ്പെട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ശരി, ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ചാനലിൽ നിന്നും തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ പ്രയോജനപ്രദമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ ടിപ്സോടെക് എന്ന് എഴുതിയ ഒരു ലോഗോ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന് ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നന്ദി.